വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളെ പുറത്താക്കാൻ സാധ്യത. സ്ത്രീ വിഷയങ്ങളിലൂടെ പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA, പെരുമ്പാവൂർ MLA ആയ എൽദോസ് കുന്നപ്പള്ളി എന്നിവരെയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്ത് നിന്ന് മാറ്റി നിർത്തുന്നത്. രാഹുലിനെ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന് ഇതിനോടകം തന്നെ ധാരണയായിട്ടുണ്ട്. അതിനുമൊപ്പം എൽദോസിനെയും മാറ്റി നിർത്താനാണ് പാർട്ടിയിലെ ആലോചന. ഈ സാഹചര്യത്തിൽ പാലക്കാട് സീറ്റിൽ BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തിയ സന്ദീപ് വാര്യരെയും VT ബൽറാമിനെയും പരിഗണിച്ചേക്കാനും സാധ്യതയുണ്ട്. പെരുമ്പാവൂർ സീറ്റിൽ യൂത്ത് കോൺഗ്രസിൽ നിന്നുള്ള ജിൻഡോ ജോൺ, മനോജ് മൂത്തേടൻ പോലുള്ള യുവ നേതാക്കളെ പരിഗണിക്കാനാണ് ആലോചന. കോവളം MLA M. വിൻസെന്റിനെതിരെ പീഡനക്കേസും അറസ്റ്റും ഉണ്ടായെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ച് വിജയിച്ചു വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ തർക്കമില്ല. ഡസൻ കണക്കിന് യുവതികളുടെ പരാതികളുടെയും ആരോപണങ്ങളുടെയും അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയിരുന്നു. അതിനു പുറമെയാണ് കഴിഞ്ഞ ദിവസം പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും നിയമസഭാ കക്ഷിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതോടെ രാഹുൽ ഇപ്പോൾ പാർട്ടിക്ക് പുറത്താണ്. അതുകൊണ്ട് തന്നെ രാഹുലിനെ ന്യായീകരിക്കേണ്ട ബാധ്യതയും ഇനി കോൺഗ്രസിനില്ല. എന്നാൽ അതേസമയം രാഹുൽ MLA സ്ഥാനം രാജിവെച്ചു കഴിഞ്ഞാൽ BJP സമ്മർദ്ദം ചെലുത്തി പാലക്കാട് വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമോ എന്ന ഭയമാണ് കോൺഗ്രസിനെ അലട്ടിയത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു നിയമസഭയുടെ കാലാവധിയിൽ 2 ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ഒരു മണ്ഡലം സാക്ഷിയാകുന്ന ചരിത്രത്തിനായിരിക്കും പാലക്കാട് സാക്ഷ്യം വഹിക്കേണ്ടി വരിക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 2 അനാവശ്യ ഉപതെരഞ്ഞെടുപ്പുകൾക്ക് കാരണക്കാരായ കോൺഗ്രസിനും UDFനും ഉപതെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഏൽക്കേണ്ടിയും വരും. നിലവിലെ ഉപതെരഞ്ഞെടുപ്പ് വിജയങ്ങളുടെ തിളക്കത്തിൽ നിൽക്കുന്ന കോൺഗ്രസിന് ഇത് കനത്ത തിരിച്ചടി തന്നെയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ UDF 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടാനുള്ള സാധ്യതയാണ് പാലക്കാടുള്ളത്. അത് മുന്നണിക്ക് താങ്ങാനുമാകില്ല. അതിനാലാണ് രാഹുലിന്റെ രാജി ഒഴിവാക്കിക്കൊണ്ട് പാർട്ടിയിൽ നിന്നുള്ള സസ്പെൻഷനിൽ നടപടിയൊതുക്കിയത്. അതേസമയം നിയമസഭയുടെ കാലാവധി അവസാനിക്കുന്ന ജൂൺ 15 കണക്കാക്കിയാൽ ഡിസംബർ 15-ന് ശേഷമാണ് രാജിയെങ്കിൽ 6 മാസത്തിനുള്ളിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന് പിന്നെ സാധ്യതയില്ല. അതിനാൽ തന്നെ ഡിസംബറിന് ശേഷം വീണ്ടും രാഹുലിനെതിരെ ആരോപണം ഉയർന്നു കഴിഞ്ഞാൽ രാഹുലിന്റെ രാജി അനിവാര്യമാകുകയും ചെയ്യും. നിലവിലെ സാഹചര്യത്തിൽ ഇടപാടുകൾ ഏറെയുള്ളതിനാൽ ആരോപണങ്ങൾ ഇനിയും ഉണ്ടാകാനും രാജിക്കുള്ള സാധ്യത ഏറെയാണ് എന്നുമാണ് മറ്റൊരു യാഥാർത്ഥ്യം.